അമേരിക്ക ഇറാൻ വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഒരു കരാറിലെത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കാലയളവ് നീട്ടിയേക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾക്ക് തയ്യാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ കീഴടങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അനുനയ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേൽ ലെബനൻ ചർച്ച വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ നടക്കും. അജയ് സുധ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, എന്തായാലും വെടിനിർത്തൽ തീരുമാനം അത് അവസാനിക്കാൻ പോവുകയാണ്. വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ പോവുകയാണ്. ഒരു സമാധാനത്തിലുള്ള അന്തരീക്ഷം ഇല്ല എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരുമല്ലോ അല്ലേ, നേതാക്കളുടെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ? തീർച്ചയായും മഞ്ജുഷ്, ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ 39 മണിക്കൂറുകൾ മാത്രമേ ഈ വെടിനിർത്തൽ അവസാനിക്കാനായി നിലവിലുള്ളൂ. വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ അമേരിക്ക ഇറാനുമേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ തീരുകയാണ്. ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുമ്പോൾ ഇത് നീട്ടിക്കൊടുക്കാൻ ഇപ്പോൾ നിലവിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അതായത് വെടിനിർത്തൽ നീട്ടി നൽകുമെന്നോ അല്ലെങ്കിൽ നീട്ടി നൽകില്ല എന്നോ ട്രംപ് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രതിനിധികൾ എന്തായാലും ഇറാനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇറാനിലേക്ക് തിരിച്ചിട്ടുള്ളത്. അവർ നാളെ പുലർച്ചെയോടെയൊക്കെ ഇറാനിലെത്തുമെന്നാണ് വിവരമുള്ളത്. അതേസമയം ഇറാന്റെ പ്രതിനിധികൾ ഇതുവരെ പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടിട്ടില്ല. അവർ ആരെയും അയക്കുമെന്നും നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഏതൊരു ആക്രമണത്തിനും സജ്ജമായിരിക്കാനാണ് ഇറാന്റെ ജുഡീഷ്യൽ തലവൻ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അവിടെ സൈനിക മേധാവികൾക്കുൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് നിമിഷവും ഏത് ആക്രമണം ഉണ്ടായാലും സജ്ജമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഇറാൻ കീഴടങ്ങുമെന്ന് ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിക്കരുത് എന്നതാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറയുന്നത് ഒരു ചർച്ചയ്ക്കായി അമേരിക്ക വിളിച്ചുകൊണ്ട് ഒരു കീഴടങ്ങലാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരിക്കലും ഇറാൻ തയ്യാറല്ല എന്നതാണ്. ഇറാന്റെ ഡിഫൻസ് മിനിസ്ട്രി നിലവിൽ വ്യക്തമാക്കുന്നത് ഇറാനിൽ നിന്ന് പിടിച്ചെടുത്ത കപ്പൽ അമേരിക്ക ഉടൻ തന്നെ വിട്ടുകൊടുക്കണമെന്നതാണ്. ഈ ചരക്ക് കപ്പൽ ഇപ്പോഴും അമേരിക്കയുടെ പക്കൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇൻസ്പെക്ഷൻ നടത്തിയെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് കൊണ്ടുപോകുമെന്നോ ഇതുവരെയും US വ്യക്തമാക്കിയിട്ടില്ല. ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം ഇപ്പോഴും തുടർന്നു പോകാൻ തന്നെയാണ് ഉദ്ദേശമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യത്തിനോടും ഒട്ടും തന്നെ അയയാത്ത നിലപാട് ട്രംപും സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ രണ്ട് കൂട്ടരും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഈ വെടിനിർത്തലിന് ശേഷം എന്ത് എന്നത് വളരെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതേസമയം ലെബനനും ഇസ്രായേലുമായിട്ടുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കുമെന്നാണ് വിവരമുള്ളത്. ഇതിനായിട്ട് ഈ രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉടൻ തന്നെ US-ലേക്ക് തിരിക്കും. വാഷിംഗ്ടണിൽ വെച്ചാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അതേസമയം പല മേഖലകളിലും ഇപ്പോഴും വെടിനിർത്തൽ ലംഘനം തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ആക്രമണമുണ്ട്. അതുപോലെ ഈ ഹിസ്ബുള്ളയുടെ ചീഫിനെ വധിക്കുമെന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്ട്രി ഇപ്പോൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകൾ നടക്കാൻ പോകുമ്പോഴും ഇപ്പോഴും ഹിസ്ബുള്ളയുമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.